OTT-ക്കകത്ത് സിനിമ എടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ശ്രദ്ധിച്ചില്ലെങ്കിലും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എനിക്ക് OTT-ക്കകത്ത് നിന്ന് ഒരു സിനിമ ഞാൻ കൊടുത്തപ്പോൾ ചെറുതായിട്ട് റിജക്റ്റ് അല്ല, പൈസ കുറയ്ക്കാനുള്ള ഒരു റീസൺ ഉണ്ടെന്ന് വെച്ചാൽ, ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭിത്തിയിലിരിക്കുന്ന ക്ലോക്ക് വെരി ഇമ്പോർട്ടൻ്റ്, ആരും ശ്രദ്ധിക്കത്തില്ല. ഈ ക്ലോക്ക് ഒരു ഷോയ്ക്ക് വെക്കുമായിരിക്കും. ഈ ഷോയ്ക്ക് വെക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഷോട്ട് എടുത്തതിന് ശേഷം നമ്മൾക്ക് സജഷനൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സമയം എന്ന് പറഞ്ഞാൽ മണിക്കൂർ കണക്കിന് വ്യത്യാസം വരുന്നത്. ഇത് ഭയങ്കര നെഗറ്റീവ് പോയിന്റ് ആണ്. ഒന്നേ നിങ്ങൾ ക്ലോക്ക് ഇല്ലാതെ എടുക്കുക, അല്ലെങ്കിൽ അത് കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു പ്രശ്നം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം പറയാം ഇതൊക്കെ നമുക്ക് അറിയാം എന്ന് പറഞ്ഞ് പറയാം, പക്ഷേ OTT-ക്കകത്ത് വിൽക്കാൻ ചെല്ലുമ്പോൾ അനുഭവിച്ച ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഫുള്ള് ഗ്രാമങ്ങൾ കാണിക്കുമ്പോൾ ഈ ഗ്രാമങ്ങൾ ഈ ചെറിയ ചെറിയ കൂരകൾ കാണിക്കുമ്പോൾ ആർട്ടിസ്റ്റ് അല്ലാത്ത പടത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു നോർമലി ഒരു ചെറിയൊരു പടം എടുക്കുമ്പോൾ ഫുള്ള് ഗ്രാമ പശ്ചാത്തലത്തിലൊരു പടം എടുക്കും. ഗ്രാമ പശ്ചാത്തലത്തിൽ ഒരു പടം എടുക്കുമ്പോൾ നമ്മൾ കുറെ ലുങ്കി, അതൊരു ചെറിയ മൈനസ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ അതിന് ഒരിക്കലും കുറ്റം പറയുമല്ല. എനിക്ക് അവിടുന്ന് ഞാൻ ഇത് പറയുമെന്ന് പറഞ്ഞല്ല, പിന്നെ മറ്റേ പടം അതല്ല പറഞ്ഞു. എനിക്കൊരു സിനിമയിൽ റിജക്ഷൻ വന്നതിന്റെ ഒരു കാര്യം പറയാണ്. ലുങ്കി ഉടുത്തതിന്റെ പേരിൽ നിങ്ങൾ വിശ്വസിക്കുമോ, ചെറുതായിട്ട് കുറച്ച് ലുങ്കിയൊക്കെ ഉടുത്ത് കുറെ അങ്ങനത്തെ സീൻസ് ഒക്കെ കാണിച്ചപ്പോഴത്തേക്ക് അത് OTT-ക്കകത്ത് ഫണ്ട് കുറച്ച്, അല്ലെ അവിടെ സൂപ്പർ സ്റ്റാർ വരുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, അല്ല വലിയ ആർട്ടിസ്റ്റ് വാല്യൂ ആണെങ്കിൽ അതിനൊരു ഫണ്ട് കുറച്ച്. പിന്നെ പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അല്ലാത്ത ഈ എന്താ പറയാ, ഈ റോഡൊക്കെ ഉണ്ടല്ലേ, മണ്ണിട്ട റോഡുകൾ കാര്യങ്ങൾ, അവിടെ ഈ സൈക്കിളൊക്കെ ചവിട്ടി കയ്യിലേക്ക് കൊടുത്തിട്ട് സൈക്കിളൊക്കെ ചവിട്ടി അങ്ങനത്തെ ഒരു ഗ്രാമീണ പശ്ചാത്തലം ഫുള്ള് പോവാന്നുണ്ടെങ്കിൽ OTT-യുടെ റൈറ്റ്സിന്റെ ബഡ്ജറ്റുകൾ കുറയും. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ അത് അപ്പം അതാണ് ഈ മെയിനായിട്ട് ഞാൻ ഈ രണ്ട് കാര്യം, ഇത്രയും കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഒരു തമിഴ് പടത്തിനകത്ത് ഇത് ഞാൻ ചെന്നപ്പം എൻ്റെ അടുത്ത് അവർ റീസൺ പറഞ്ഞ മാറ്ററുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഈ ഒരു കുറച്ച് കാര്യങ്ങളും കൂടി ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ അല്ലാത്ത ഒരു സിനിമയ്ക്കകത്ത് ഈ OTT-ക്കകത്ത് വലിയ ഇതില്ലാത്ത, അതായത് OTT എടുക്കാനും ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒന്ന് രണ്ട് ജോണറുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് എന്തായാലും അടുത്ത വീഡിയോക്കകത്ത് കാണാം.